എന്ത് എളുപ്പത്തിൽ അങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിക്കുന്നത്? സത്യത്തിൽ വളച്ചൊടിക്കുന്നത് ബി ജെ പിക്കാരാണ്. ഇവിടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല 100% അവഗണനയാണ്. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. എനിക്ക് മുമ്പ് മാധുവായാലും ജയിക്കായാലും അങ്ങനെ പലരും ഓരോ കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ ഇന്നലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലാത്തവരും ഒക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിടത്ത് ഈ വയനാട് ദുരന്തമാണ്. ഈ വയനാട് ദുരന്തത്തിനെ അഡ്രസ്സ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പറന്നെത്തുകയും ആളുകളെ കാണുകയും എന്തൊക്കെ അഭ്യാസങ്ങളാണ് നടത്തിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി ഉണ്ടാവുമെന്ന്. ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ വഞ്ചനയും നയവഞ്ചനയുമാണ് കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ്. കാരണം എൻ്റെയും ഈ പാനലിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സന്നാഹങ്ങളും സൗകര്യവും പറ്റുന്ന ഒരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് പ്രസംഗിക്കുകയാണ്. ഉന്നത കുലജാതരാണ് ആദിവാസികളെയും ദളിതരെയും ഭരിക്കാൻ മിടുക്കരെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ഞാൻ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ പറയുന്നത്. കാരണം എപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞാലും ബി ജെ പിക്കാരും അദ്ദേഹം തന്നെയും പറയുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളാണെന്നാണ്. അങ്ങനെ സുരേഷ് ഗോപി ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിരിപ്പ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി വല്ലാതെ അങ്ങ് വിഷമിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം പെട്രോളിയം നാച്ചുറൽ ഗ്യാസിന്റെ സഹമന്ത്രിയാണല്ലോ. ഈ പെട്രോളിയം വകുപ്പിലെ സഹമന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഇത്രത്തോളം വിലക്കയറ്റത്തിൽ പൊറുതി മുട്ടുമ്പോൾ അതിന്റെ പ്രധാന കാരണമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ നികുതിയും ഒടക്കത്തെ വിലയുമാണ് അല്ലേ? അപ്പൊ അതൊന്ന് നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചോ? ഈ ഉന്നത കുലജാതനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന അദ്ദേഹം പോലും ഈ ആദിവാസികളെ മാത്രം ഉദ്ധരിക്കാതെ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മളെ എല്ലാവരെയും, സാധാരണക്കാരായ മുഴുവൻ ആളുകളെ ഉദ്ധരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് അത് ചെയ്തോ? ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഒന്ന് മുരളാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചോ? സാധിച്ചില്ല. അപ്പൊ ഇത് ആത്മാർത്ഥമല്ല. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ബി ജെ പി വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒന്ന് ആളാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉന്നത കുലജാതർ എന്നുള്ള ബോധ്യം എവിടെന്നാ വരുന്നത്? അത് RSSന്റെ സംഘപരിവാറിന്റെ പ്രാരംഭകാലം തൊട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിനപ്പുറത്ത് ഈ ഉന്നത കുലജാതരുടെ ആ ബ്ലഡിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് 2ാം ലോക മഹായുദ്ധം വരെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഹിറ്റ്ലർ, മുസോളിനിയെ പോലുള്ള ആളുകൾ. ഹിറ്റ്ലർ എന്തിനാ മറ്റു മനുഷ്യരെ കൊന്നു കളഞ്ഞത്? ആര്യ ബ്ലഡിന് വേണ്ടിയിട്ടാണ്, പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? ആ സമാനമായ കാര്യമാണ് കേരളത്തിലും ഈ രാജ്യത്തും നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു അപ്പസ്തോലനെ പോലെയാണ് ഈ സുരേഷ് ഗോപി സംസാരിക്കുന്നത്. ഞാൻ അതിനപ്പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പേ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ബ്രാഹ്മണിക് ചാതുർവർണ്ണ്യത്തിന്റെ ആ അഹംബോധമാണ് ഇങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ജയിക്ക് സൂചിപ്പിച്ചു, അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് പൂണിലിടുന്ന ബ്രാഹ്മണനാകണം എന്നാണ് അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്ന്. അടുത്ത ജന്മത്തിലല്ല, ഇപ്പോഴേ അദ്ദേഹം അതാണ് ചെയ്യുന്നത്. അടിമവേലയാണ് അദ്ദേഹം ചെയ്യുന്നത്. ബ്രാഹ്മണിക് ചാതുർവർണ്ണ്യത്തിന് വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന സോക്കോൾഡ് ഉന്നത കുലജാതനാണ് അദ്ദേഹം. അതിലൊരു സംശയവും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന്. തോന്നിവാസം മുഴുവൻ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ലംഘനപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിനു ശേഷം നാട്ടുകാർ മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ ഞാൻ അത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ പിൻവലിക്കാൻ പറ്റില്ല. പണ്ട് സിനിമയിൽ അഭിനയിച്ച സിനിമാ നടൻ സുരേഷ് ഗോപി അല്ല അദ്ദേഹം. ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന, സർവ്വസന്നാഹങ്ങളും കൈക്കൊള്ളുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. അതുമല്ലെങ്കിൽ ഈ മാപ്പ് പറയുന്നത് സംഘപരിവാറുകാരുടെ സംഘികളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുക്കണം ഷൂ നക്കുന്നത് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ 2025 വരെ ഇവരുടെ പരിപാടി ഇതാണ്. പക്ഷെ ഇവരുടെ മനസ്സിലിരിപ്പ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വെറും സുരേഷ് ഗോപിയുടെ മനസ്സിലിരിപ്പ് അദ്ദേഹം പറഞ്ഞോട്ടെ, പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ അതിന് രാഷ്ട്രീയമായിട്ട് നേരിടും. പക്ഷേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അത് പറഞ്ഞാൽ അത് മാപ്പ് പറയുന്നതിൽ മാത്രം തീരില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ രാജിവെക്കണം. ഇതേ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ രാജ്യത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയത്? അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു ഈ മാറ്റി നിർത്തലിന്റെ കാരണം ചാതുർവർണ്ണ്യത്തിൽ അടിസ്ഥിതമായിട്ടുള്ള BJPയുടെ അഹംബോധത്തിന്റെ തുടർന്നാണെന്ന്. അന്ന് ഇവരതൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ആദിവാസികളെ ഭരിക്കാൻ, ദളിതരെ ഭരിക്കാനായിട്ട് ഉന്നത കുലജാതരാണ് യോഗ്യനെന്ന് ഇദ്ദേഹത്തിന് എങ്ങനെയാ തോന്നിയത്? ഈ ബ്രാഹ്മണിക് ആളുകളായിട്ട് ഉള്ളവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ സോക്കോൾഡ് ഉന്നത കുലജാതർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആദിവാസികളുടെ, ദളിതരുടെ സാമൂഹ്യാവസ്ഥ, അവരുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് കഴിഞ്ഞത്? അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ? അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അത് BJPക്കാർ തീരുമാനിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാം,
ഈ നാവ് പുറത്തെടുത്താൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരൊക്കെ ഏത് സമയത്തും വാ തുറന്നാലോ നാവ് പുറത്തിട്ടാലോ അത്രമാത്രം ഈ വിഷം ചീറ്റുന്ന ചാതുർവർണ്ണ്യത്തിന്റെ ആയാലും വർഗീയതയുടെ ആയാലും വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകൾക്ക് തുല്യമാണ് ഇവരുടെ നിലപാടുകൾ. ഇവർ പിന്നീട് മാപ്പ് പറയുമ്പോൾ നമ്മൾ അതൊക്കെ വിശ്വസിക്കും. സുരേഷ് ഗോപി MP ആകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ കേരളത്തോട് പറഞ്ഞിരുന്നു. അല്ലെ, റബ്ബറിന് വില കൂട്ടും, 300 രൂപയെങ്കിലും ഉറപ്പ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. കരുവന്നൂരിലെ കള്ളപ്പണക്കാരെ കൊള്ളയടിച്ചവരെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. എത്ര കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും പിടിച്ച് ജയിലിടുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും ഓരോ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ തട്ടിപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടി അദ്ദേഹത്തിന് ഇതെന്താണെന്ന് മനസ്സിലായത്. ഒറ്റ കാര്യം കൂടി മാധു, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ മതി. ഇവർക്ക് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് തോന്നാത്ത എന്താണെന്നറിയോ? ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഈ സംഘപരിവാറിന്റെ ആളുകളൊന്നും ആ ഭാഗത്തുണ്ടായില്ല. ഇവർ ഒളിവിലിരുന്ന് ഒറ്റുകൊടുക്കുന്ന നിലപാടിലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്ത് ഷൂ നക്കുന്ന തിരക്കിലായതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണത്തിന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയതും എന്തുകൊണ്ടാണ് അവരെയൊക്കെ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതെന്നും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് മന്ത്രിമാരെ ഉണ്ടാക്കേണ്ടതെന്നും ഒക്കെ എഴുതി വെച്ച കാലഘട്ടത്തിൽ ഇവർ ഒളിവിലിരുന്ന് ഒറ്റുകൊടുക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ഇവർക്ക് ഇതിനെ കുറിച്ച് പറ്റാതിരുന്നത്. BJP-യുടെ നേതാക്കന്മാർ പറയുമ്പോൾ അത് വളച്ചൊടിച്ചു എന്ന് നിങ്ങൾ പറയുന്ന സ്ഥിരം പരിപാടിയാണ്. ഇങ്ങനെ വളച്ചൊടിക്കാൻ മാത്രം ദുർബലമായിട്ടുള്ള വാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ വളച്ചൊടിച്ചു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിൽ അതിവൈകാര്യത കണ്ടു, നാട്ടുകാർ അതിൽ കയറി ചൊറിയുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി അതിനപ്പുറത്ത് നിൽക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ ഉന്നത കുലജാതരാണ് നിങ്ങൾ പറഞ്ഞ ഉന്നത കുലജാതർ, ഞാൻ പറയുന്നതല്ല, ഈ ഉന്നത കുലജാതരാണ് ആദിവാസികളെയും ദളിതരെയും ഭരിക്കാൻ മിടുക്കരെന്ന് സുരേഷ് ഗോപിക്ക് എവിടെ നിന്നാണ് ആ ബോധ്യം കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ കുഞ്ഞാമൻ എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. ഇതേ വിഭാഗങ്ങളിൽ, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരുടെ വിഭാഗങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളിൽ എത്തിയ കുഞ്ഞാമന്റെ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം, എതിര്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സോകോൾഡ് ഈ SC/ST വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏത് പൊസിഷനിൽ എത്തിയാലും അവരിൽ ഒരു ബ്രാഹ്മണിക് ഐഡിയോളജിയുടെ ഒരു ഇത് വരുന്നുണ്ടെന്ന്. കാരണം എന്താ, അവർ ആ സ്ഥാനത്തെത്തുമ്പോൾ അവർക്ക് പോലും സ്വതന്ത്രമായിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ വളരെ പ്രയാസമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് പല അനുഭവങ്ങളുടെ കഥകളുടെ പുറത്ത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നരേന്ദ്രമോദി സർക്കാരിൽ ഇപ്പോഴിരിക്കുന്ന ഡോക്ടർ എനിക്ക് തോന്നുന്നു വീരേന്ദ്രകുമാർ, അങ്ങനെ എന്തോണ് അദ്ദേഹത്തിന്റെ പേര്, ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം നരേന്ദ്രമോദിയുടെ തീരുമാനത്തിനും അഭിപ്രായത്തിനും എതിരായിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക്, ആദിവാസികൾക്ക് അല്ലെങ്കിൽ ദളിതർക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ആ പൊസിഷനിൽ വരുന്ന ആള് ഏത് കുലത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇതിന്റെ പവർ എവിടെ ഇരിക്കുന്നത്? ആ പവറിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധ്യം സുരേഷ് ഗോപിക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് താങ്കൾ പറയില്ല എന്ന് എനിക്കറിയാം. കാരണം സുരേഷ് ഗോപി തിരുത്തിയത് തെറ്റായി പോയി എന്നാണ് താങ്കളുടെ വാദം. അതുകൊണ്ട് നിങ്ങളാരും തിരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ബാക്കി മനുഷ്യർക്ക് ഇത് കാണുമ്പോൾ ഈ സുരേഷ് ഗോപിയെ അറിയാതെങ്കിലും പിന്തുണയ്ക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇദ്ദേഹം മഹാമനസ്കരാണ്, ഒരുപാട് പേരെ സഹായിക്കുന്നൊക്കെ. അദ്ദേഹം സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ അത്തരം സഹായം ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരം വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനെ 100% എതിർക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിന്റെ കൂടി ഭാഗമാണ്. ഇനി അതിനപ്പുറത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം വിഭാഗത്തിലുള്ള ഈ അസ്പർശ്യരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ താങ്കൾ പറഞ്ഞല്ലോ അവർക്ക് കൊടുക്കുന്ന സംവരണത്തെ കുറിച്ചൊക്കെ താങ്കളുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. അതെ, നമ്മളുടെ ആരുടെ ഔദാര്യമല്ല, അല്ലെങ്കിൽ RSSകാരൻ കൊടുക്കുന്ന അച്ചാരമല്ല, അവർക്ക് അവകാശപ്പെട്ടതാണ്. ഒരുപാട് നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ജനതയെ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ ഉത്തരവാദിത്തം. അത് നിങ്ങൾ വലിയ മേന്മയായിട്ട് പറയേണ്ട, അതൊരു മേന്മയുമല്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യവും, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ആദ്യം ഷാബു പ്രസാദിനെ പോലുള്ള വലതുവാദികൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തത്, ഇവർക്കൊന്നും ഭരിക്കാൻ അറിയില്ലെങ്കിൽ, ഉന്നത കുലജാതർക്ക് മാത്രമേ ഭരിക്കാൻ അറിയുള്ളെങ്കിൽ, താങ്കൾ പറഞ്ഞു രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു, അബ്ദുൽ കലാമിനെയൊക്കെ പ്രസിഡന്റ് ആക്കിയെന്ന്. അതിനു മുമ്പ് ഈ KR നാരായണനെയും പ്രസിഡന്റ് ആക്കിയിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ പ്രധാന പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വെച്ചു എന്ന് പറയാനായിട്ട് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റുമാരെ തീരുമാനിച്ചത് അങ്ങനെയല്ല. ഇനി BJP-യുടെ കാലത്ത് അങ്ങനെ നിങ്ങൾ വെച്ചിട്ട്
കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജാതി പറയാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്ത് ദ്രൗപദി മുർമുവിന് എന്ത് പ്രാധാന്യമാണ് കൊടുത്തത്? ഇന്ത്യയുടെ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടന സമയത്ത് എന്തുകൊണ്ട് പ്രസിഡന്റ് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിന് മറുപടി ഉണ്ടോ? ഇനി ആ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഭരിക്കാൻ മോശക്കാരാണെങ്കിൽ പിന്നെ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ഈ രാജ്യം ഭരിക്കുമെന്ന് വിചാരിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പറയുന്ന ആക്ഷേപം നിലനിൽക്കാണ്. ദ്രൗപദി മുർമുവിനെ മേൽ സൂപ്പർ പ്രസിഡന്റായിട്ട് നരേന്ദ്രമോദിയും സംഘപരിവാറും തന്നെ ഭരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിന് നിങ്ങൾ തന്നെ ഊന്നൽ കൊടുക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെ അഭിപ്രായം വരുന്നത്? ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞതാ നെഹ്റു മൗണ്ട് ബാറ്റന് ഷേവ് കൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടുവന്ന്. നിങ്ങൾക്ക് ആ ചിത്രം എവിടെ നിന്ന് കിട്ടിയത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് ഷാബു പ്രസാദിന് അറിയാമോ? ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഏത് കോളേജിലാണ് പഠിച്ച്, ഏത് കുട്ടികളുടെ കൂടെ പഠിച്ച്, അവരെ പഠിപ്പിച്ചത് ഏത് അധ്യാപകനാ? അവരെ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഈ രാജ്യത്ത്, ഡിജിറ്റൽ ഇന്ത്യ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന രാജ്യത്ത് നിങ്ങൾക്കില്ല. അപ്പോഴാണ് മൗണ്ട് ബാറ്റന് ഷേവ് ചെയ്തു കൊടുക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം നിങ്ങൾ കണ്ടുപോലും നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നിങ്ങൾ എത്രയോ പതിറ്റാണ്ടായി ജവഹർലാൽ നെഹ്റുവിന്റെ താമസ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കുളിമുറിയിൽ പോലും ഒളിക്യാമറ വെച്ച് നടക്കുന്നത് എത്ര കാലമായി? നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളോട് പോരാടി തോറ്റ് മടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കി നിങ്ങൾക്ക് മടുത്തില്ലേ? അദ്ദേഹം ഷേവ് ചെയ്ത് കൊടുക്കുന്ന ചിത്രമുണ്ടത്. നാണമില്ലേ ഇതൊക്കെ പറയാനായിട്ട്? ഇങ്ങനെയാണോ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ ഇതാണ് ഈ ഉന്നത കുലജാതരെന്ന് അവകാശപ്പെടുന്നവരുടെ ബോധ്യത്തിന്റെ പ്രശ്നം. ഈ ഉന്നത കുലജാതരെന്ന് അവകാശപ്പെടുന്നവരുടെ ബോധ്യത്തിന്റെ പ്രധാന പ്രശ്നം എന്താ അറിയോ? ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന മനുഷ്യരെ നിങ്ങൾ കാണില്ല. ഈ രാജ്യത്തിന്റെ പോരാട്ടം നടക്കുമ്പോൾ ഒറ്റുകൊടുക്കുന്ന, ഒളിവിലിരുന്ന് ഒളിസേവ ചെയ്യുന്ന ആളുകളാണ് ഇന്ന് നിങ്ങൾ വാഴ്ത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ സംഘപരിവാറിന്റെ RSSന്റെ നേതാക്കന്മാരെ, ഇവന്മാരൊക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്ത് സംഭാവന ചെയ്തെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്?